നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ചെങ്കോട്ടയിൽ നടന്ന ഒരു സ്ഫോടനം പക്ഷേ ഇപ്പോൾ ചെന്നെത്തുന്നത് തുർക്കിയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്തു പോകുന്ന തരത്തിലാണ്. ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു ചില കോഡുകൾ കണ്ടുപിടിച്ചു എന്നുള്ളത്. അതിലെ ഉകാസ എന്ന് പറയുന്ന ഒരു കോഡുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വ്യക്തിയാണോ, ഒരു സ്ഥാപനമാണോ, മറ്റേതെങ്കിലും സംഘടനയാണോ എന്നുള്ളത് നിലവിൽ തെളിയിച്ചിട്ടില്ല. പക്ഷേ ഓരോ ദിവസവും വരുന്ന അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് ഒരുപക്ഷെ തുർക്കിയിലേക്കും പാകിസ്ഥാനിലേക്കും ഉള്ള ഭീകര സംഘടനയിലേക്കാണ്. വളരെ സംഭവബഹുലമായ ഒരു അന്വേഷണമാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത ഡോക്ടർ ഉമർ നബിയുടെ ഈ ചെങ്കോട്ട സ്ഫോടന കേസിൽ സ്ഫോടനം നടത്തി സ്വയം ഭീകരാക്രമണം നടത്തി കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ നബിയുടെ കുടുംബ വീട് നമ്മുടെ സൈന്യം ഇടിച്ച് നിരത്തി ഒരു മണൽക്കൂമ്പാരമായി അത് മാറി. കുറച്ച് കമ്പി മണൽ മാത്രമേ ഇപ്പോൾ ആ വീടിരുന്ന സ്ഥാനത്ത് കാണാനുള്ളൂ. ഈ വീട് ഇടിച്ചു നിരത്തിയത് ഇന്ന് പുലർച്ചെയാണ്. ഇന്നലെ വൈകുന്നേരം അവിടെ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് മാറാൻ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് IED ഉപയോഗിച്ചാണ് ആ വീട് തകർത്തത്. ഉമർ നബിയുടെ ഉറ്റ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ വീട് തകർക്കുമ്പോൾ മറ്റ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. ഒന്ന്, ഉമർ നബിയുടെ സഹോദരൻ മുസഫർ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്ന ഒരു തീവ്രവാദിയാണ്. മുസഫറിൻ്റെ തീവ്രവാദ ബന്ധങ്ങൾ ഇതിനകം തന്നെ ജെയ്ഷെ മുഹമ്മദുമായി അയാൾ നേരിട്ട് ഇടപെട്ടിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. മുസഫറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നറിഞ്ഞ മുസഫർ അഫ്ഗാനിലേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് ചില സൂചനകൾ NIA നൽകുന്നു. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ ഏജൻസികൾ. ഇൻ്റർപോളിനെ അടക്കം സഹായത്തിനായി സമീപിക്കുന്നു. അഫ്ഗാനിൽ നിന്ന് മുസഫറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് NIA വ്യക്തമാക്കി. ഡോക്ടർ ഉമർ നബിയുടെ സഹോദരനടക്കം വളരെ ഗൗരവത്തോടെ രാജ്യം കാണേണ്ട ഒരു തലത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം കടന്നിരിക്കുന്നു. ഉമർ നബിയുടെ സഹോദരനടക്കം വലിയ ഒരു ശൃംഖല ഈ ഭീകര സംഘടനയുടെ കണ്ണികളായി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. അവരുടെ ഒരു ഭീകര സെൽ വളരെ ശക്തമായിരുന്നുവെന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. അൽ-ഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അൽ-ഫലാഖ് യൂണിവേഴ്സിറ്റി ഒരു ഭീകര റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പസ് ആയിരുന്നോ എന്ന് സംശയമാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. അതൊരു ഭീകര കേന്ദ്രമായിരുന്നു. അൽ-ഫലാഖ് യൂണിവേഴ്സിറ്റിയുടെ 2 മുറികൾ 17ഉം 13ഉം സംബന്ധിച്ചായിരുന്നു ഇന്നലെ നമ്മൾ വാർത്തകളിൽ ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഒന്നാകെ സംശയത്തിൻ്റെ മൂടുപടം എടുത്തിട്ടിരിക്കുകയാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏകദേശം 15ഓളം ആളുകൾ ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. നമ്മൾ ഇതുവരെ കേട്ടത് 4 ഡോക്ടർമാരെക്കുറിച്ചുള്ള ഭീകരബന്ധമാണ്. പക്ഷേ ഇപ്പോൾ 4ൽ നിന്ന് ഡോക്ടർമാരുടെ സംഖ്യ ഏകദേശം 8-9ആയി വളർന്നിരിക്കുന്നു. ഡോക്ടർ ഫറൂഖ് ഉൾപ്പെടെ ഒരു മുതിർന്ന ഡോക്ടറാണ് ഫറൂഖ്. നിരവധി ഡോക്ടർമാർ, എൻജിനീയർമാർ, വൈറ്റ് കോളർ ടെററിസത്തിലേക്ക് കടന്നു വന്ന വളരെ പ്രധാന വ്യക്തികളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ NIA നടത്തുന്നത്. ഇതിനിടയിൽ 3 വിദേശ ഹാൻഡ്ലർമാരെക്കുറിച്ചുള്ള വാർത്തകൾ അതും പുറത്തേക്ക് വരുന്നു. NIAയുടെ അന്വേഷണ പരിധിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തുർക്കിയിലെ അങ്കാറയിലുള്ള ഉക്കാസയുണ്ട്. ഇപ്പോൾ ഇത് ദുബായ് ലക്ഷ്യമിട്ട് 2 മാസങ്ങൾക്ക് മുൻപ് ഒരു കൊടും ഭീകരൻ കടന്നു കളഞ്ഞു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ നേരത്തെ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഉമർ നബിക്കും മുസാഫറിനും ആദിലിനും മുസമ്മിലിനും ഒപ്പം ഇയാൾ അഫ്ഗാൻ സന്ദർശിച്ചിരുന്നു. അവിടെ തീവ്രവാദ പരിശീലനം നേടിയിരുന്നു. അതിനുവേണ്ട കണ്ണിയായി ജെയ്ഷെ മുഹമ്മദിനും ഈ ഭീകര സെല്ലിനും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിച്ചത് ദുബായിൽ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ഈ ഭീകരനാണ് എന്ന് NIA ഏറെക്കുറെ സ്ഥിരീകരിച്ചു. ചുരുക്കത്തിൽ NIA ഇപ്പോൾ തേടുന്നത് 3 വിദേശ ഹാൻഡ്ലർമാരെ. അതിലൊന്ന് ഉക്കാസ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന, ഇവരുടെയൊക്കെ ആശയവിനിമയങ്ങളിൽ ഉക്കാസ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത്തെയാൾ നിസാർ, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ജെയ്ഷെ മുഹമ്മദുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തിയുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. അതാണ് ദുബായ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ചുരുക്കത്തിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ദുബായ് എന്നീ രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന വലിയൊരു ഭീകര നെറ്റ്വർക്കിലേക്കാണ് NIA അന്വേഷണം ചെന്നെത്തുന്നത്. ഇയാൾ ദുബായിയെ ഒരു ഒളിത്താവളമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
UAE ഭരണാധികാരികളുടെ സഹായത്തോടെ ഇന്ത്യക്ക് ഇൻ്റർപോളിൻ്റെ ഒരു സഹകരണത്തോടെ അയാളെ കണ്ടെത്താനും ഇന്ത്യയിൽ എത്തിക്കാനും കഴിയും. കാരണം ഇന്ത്യയും UAEയും തമ്മിൽ ഇപ്പോൾ കുറ്റവാളികളെ പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ച വളരെ വിശാലമായ കരാറുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭീകരനെ അവിടെ ഒളിക്കാൻ കഴിയില്ല. മറുവശത്ത് ഏറെ നടുക്കമുണ്ടാകുന്ന ഒട്ടനവധി വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. ഒന്ന്, ഈ ഡോക്ടർ ആദിലുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ, മുസമ്മിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അൽ-ഫലാഖ് സർവകലാശാലയിലെ ഏകദേശം 8ഓളം ആളുകൾക്ക് ഈ ഭീകര സെല്ലുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന സംശയം ശക്തിപ്പെടുന്നു. ഇതിനിടയിൽ അൽ-ഫലാഖ് യൂണിവേഴ്സിറ്റിക്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് നൽകിയിരുന്ന അഫിലിയേഷൻ അവർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ റദ്ദാക്കുമെന്ന് നാക്ക് പറഞ്ഞു. അതിനുവേണ്ട നോട്ടീസ് ഇതിനകം തന്നെ അൽ-ഫലാഖ് യൂണിവേഴ്സിറ്റിക്ക് നൽകി കഴിഞ്ഞു. അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അൽ-ഫലാഖ് ഒരു നല്ല യൂണിവേഴ്സിറ്റി അല്ല എന്നാണ്. അപ്പോൾ 2014 ഇതൊരു യൂണിവേഴ്സിറ്റിയായി അംഗീകരിക്കപ്പെട്ടത്. അൽ-ഫലാഖ് ട്രസ്റ്റിനെ കുറിച്ചും ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ. ഇവർ ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റായിരുന്നു. ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇന്ത്യയിൽ ഫരീദാബാദിൽ ഒരു യൂണിവേഴ്സിറ്റിയായി അൽ-ഫലാഖ്, ആദ്യം അവർ ഒരു ചെറിയ ആശുപത്രി തുടങ്ങി, പിന്നീട് അതിനെ മെഡിക്കൽ കോളേജാക്കി. പക്ഷേ അതിലും വിവാദമുണ്ട്. അതിന് മെഡിക്കൽ കോളേജ് ആക്കാനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നത് എന്ന് BJP ആരോപിക്കുന്നു. 2009-2014 കാലഘട്ടത്തിലായിരുന്നു ഈ അൽ-ഫലാഖ് സ്ഥാപനങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടത്. ആദ്യം ഒരു ചെറിയ ആശുപത്രി, പിന്നീട് അതിനെ മെഡിക്കൽ കോളേജായി ഉയർത്തുന്നു. പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നു, ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നു. അങ്ങനെ 2014 എത്തിയപ്പോഴേക്കും ഇതിനെ പൂർണ്ണമായി ഒരു സർവകലാശാലയായി ഉയർത്തുന്നു. പക്ഷെ അതിന് വേണ്ട യാതൊരുവിധ ക്രമീകരണങ്ങളോ സജ്ജീകരണങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന ആക്ഷേപം ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ ഉയർത്തുന്നു. അൽ-ഫലാഖ് യൂണിവേഴ്സിറ്റി പോലെ ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകൾ താവളമാക്കിയിട്ടുണ്ട് എന്ന് ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലെയുള്ളവർ ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ പറയുന്നത് ഒരു പക്ഷേ അൽ-ഫലാഖ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ശാഖ കേരളത്തിലും ഉണ്ടായിരിക്കുമെന്നാണ്. കാരണം ഫരീദാബാദിലെ അൽ-ഫലാഖും കേരളത്തിലെ ചില കേന്ദ്രങ്ങളുമായി ചില ബന്ധം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ അത്യന്തം ഗൗരവമേറിയ തലത്തിലേക്ക് ഒരു കേസന്വേഷണം എത്തുന്നു. അതിലൊരു യൂണിവേഴ്സിറ്റിയുടെ ഇടപെടൽ, അൽ-ഫലാഖ് മാനേജ്മെൻറ്റ് ട്രസ്റ്റുകളെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. അവർ ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്ന് ഒഴുക്കിയ പണം അറബ് രാജ്യങ്ങളിൽ നിന്ന്, മറ്റ് ഗൾഫ് മേഖലയിൽ നിന്ന് അവർ ധാരാളം പണം സമാഹരിച്ച് ഇങ്ങോട്ടേക്ക് കൈമാറി എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിലെത്തിയിരിക്കുന്നു. അപ്പോൾ ന്യായമായും സംശയിക്കേണ്ടത് ഒരു യൂണിവേഴ്സിറ്റി ട്രസ്റ്റികൾ തന്നെ ഇത്തരമൊരു തീവ്രവാദ പ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. മറുവശത്ത് 4 ഡോക്ടർമാർ അവർ തങ്ങളുടെ പരീക്ഷണമടക്കം, തങ്ങളുടെ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ അടക്കം സമാഹരിച്ചത് ഇതേ യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലം ഉപയോഗിച്ച്, ഇതേ യൂണിവേഴ്സിറ്റി ലാബിൽ നിന്ന്. അതും അത്യന്തം ഗൗരവമേറിയ ഒരു തലമാണ്. പിന്നീട് മറ്റ് ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഘം ഇടപെട്ട മറ്റ് വ്യക്തികളിലേക്കും ഇന്ത്യയിലെ ടെററിസ്റ്റ് സംഘടനകളിലേക്കുമുള്ള ലിങ്കുകളാണ്. ഈ ഡോക്ടർമാരും ഇവരോടൊപ്പമുള്ള ഏകദേശം 12ഓളം ആളുകൾ നിരവധി തവണ ജമ്മു കാശ്മീരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രീനഗറിൽ ഇവർക്ക് വലിയ ബന്ധങ്ങളുണ്ട്. ചില മുസ്ലിം പുരോഹിതന്മാർ ഇവരെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ഇമാമിൻ്റെ വാർത്തകൾ ശ്രീനഗറുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നു. ഇപ്പോൾ ഫരീദാബാദിലുള്ള ഒരു ഇമാമിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ഫരീദാബാദിൽ തന്നെ ഒരു മുല്ലാക്ക, അയാൾ 2 വീടുകൾ ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തു. അയാൾക്കും അറിയാമായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ അനുമാനം, ഇവരുടെ ഈ ഭീകരബന്ധം. അപ്പോൾ ഇന്ത്യയെ വിഴുങ്ങാൻ, ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയിൽ തന്നെ ഭീകര നെറ്റ്വർക്ക് സൃഷ്ടിച്ചതിന് പിന്നിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന വലിയൊരു വിഭാഗമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് പോലും ഉപയോഗിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പരിരക്ഷ, മറുവശത്ത് വിദേശ ഹാൻഡലർമാരും ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവന്മാരും ഉൾപ്പെടെ ഇന്ത്യയിലെ ഈ ഭീകര സെല്ലുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച,
വളരെ ശക്തമായ നീക്കങ്ങളാണ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വേരറുക്കും എന്നതിൽ സംശയം വേണ്ട. തീർച്ചയായിട്ടും. ഇപ്പം കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴും ഇന്നിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുകയാണ്. ചിലയിടങ്ങളിലൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഇതിന് മറ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കലാപം പോലെ സൃഷ്ടിച്ചതാണ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ലിങ്കുകൾ ഒരുപക്ഷെ പാകിസ്ഥാനിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കുമെന്നായിരിക്കും അടുത്തത് ജനം നോക്കുന്നത്. കാരണം പ്രതിപക്ഷം ആരോപിക്കുന്നില്ല, പക്ഷേ നിഷ്പക്ഷമായെങ്കിലും പരോക്ഷമായെങ്കിലും പറയുന്ന സൈബർ ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് ഒരുപക്ഷെ ചെയ്ത ചില പ്രക്രിയകളാണ് ഈ സ്ഫോടനം. അത് ചാവേർ ആക്രമണം എന്ന് ഒതുക്കി തീർക്കുന്നു. പക്ഷേ ഈ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇതിനപ്പുറം പാകിസ്ഥാനിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നേരെ ചെല്ലുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലേക്കാണ്. ഉമർ നബിയുടെ കൂടും കുടക്കിയും ഇന്ന് വെളുപ്പിന് കത്തിച്ചു കളഞ്ഞു ഇന്ത്യൻ സേന. ഇതേ ഇന്ത്യൻ സേന ഏത് തലത്തിലും ശത്രുക്കളെ വേട്ടയാടും, അതിൽ സംശയം വേണ്ട. തുർക്കി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിലില്ല, ഞങ്ങൾക്കറിയില്ല. തുർക്കി ഔദ്യോഗികമായി ഈ ഭീകര ആക്രമണങ്ങളിലോ ഭീകര പ്രവർത്തനങ്ങളിലോ പങ്കാളികളായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ. പക്ഷേ തുർക്കിയുടെ മണ്ണിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങളുണ്ട്. അവരുടെ സഹായം ഒരുപക്ഷെ ഇവർക്ക് ലഭിച്ചിരിക്കാം. എന്തായാലും ഇന്ത്യയുടെ അജ്ഞാതർ ഇനി തുർക്കിയിലെ അങ്കാറയിലൊക്കെ ഒന്ന് കയറി നിരങ്ങും എന്നതിൽ സംശയം വേണ്ട. ഒരു വശത്ത് ഉക്കാസയുടെ വലിയേട്ടനെ വരെ അവർ പൊക്കും. മറുവശത്ത് പാകിസ്ഥാനിലെ നിസാറിനി ഏത് അപരനാമത്തിൽ എവിടെ ഒളിച്ചിരുന്നാലും അജ്ഞാതൻ അയാളെ തേടിയെത്തും എന്നതിൽ സംശയം വേണ്ട. ഇനി ജെയ്ഷെ മുഹമ്മദിൻ്റെ ഉന്നത നേതാക്കൾ മസൂദ് അസർ അടക്കമുള്ളവർക്ക് ഈ ആക്രമണങ്ങളിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടാൽ അവരുടെ കൂടും കുടക്കിയും തകർക്കാനൊന്നും ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഒട്ടും അമാന്തം വിചാരിക്കില്ല. കാരണം ഇന്ത്യൻ സേനയോട് മോദിയും അമിത്ഷായും പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ വേട്ടയാടാനാണ്. ഇന്ത്യൻ അന്വേഷണ ഏജൻസിയോടാണ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്നത് നമ്മുടെ സേനയുടെ മിടുക്കരായ ഓഫീസർമാരിലേക്കാണ്, ഉന്നത ലീഡർമാരിലേക്കാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് അധികമൊന്നും പമ്മിയിരിക്കാൻ കഴിയില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ദിവസങ്ങളോളം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉൾപ്പെടെ സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായ ആദ്യ സർജിക്കൽ ഓപ്പറേഷൻ. സമാനമായ തലത്തിൽ ഇനിയും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പക്ഷേ അതിനു മുൻപ് അജ്ഞാതൻ തന്നെ വളരെ സിമ്പിളായിട്ട് ആ പണി അങ്ങ് തീർക്കും എന്ന് കരുതുന്നവരും ഏറെയുണ്ട്. ഇതിൽ മറ്റൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മസൂദ് അസറിന്റെ അനന്തരവനായ ഉമർ ഫർഖുവിന്റെ ഭാര്യ ഇതിനകത്ത് ഈ സ്ത്രീ സംഘടനയിൽ ജമാഅത്ത് ഉൽമോമിനത്ത് ആദിറ. അപ്പൊ ഇത് ഷഹീനുമായിട്ട് ബന്ധമുണ്ട് എന്നുണ്ട്. അത് ഇന്നലെ ഇതൊരു 2 ദിവസമായിട്ട് നമുക്ക് മുന്നിലുള്ളൊരു വാർത്തയാണ്. അതായത് ഈ ഒരു സ്ത്രീ സംഘടനയെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളും ഒക്കെ ചേർന്ന് ഭയങ്കര ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ്. അല്ല, അവർ 2 തലത്തിലാണ്. ഇന്ത്യയിലെ ഒന്ന് ഭീകര സെൽ, വളരെ ശക്തരായ നെറ്റ്വർക്ക്, വൈറ്റ് കോളർ പ്രൊഫഷണലുകളെ ഉപയോഗിച്ച് ഏറ്റവും ബുദ്ധിപരമായ നീക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയെ വിറപ്പിക്കാൻ പാകത്തിലുള്ള സ്ഫോടനം ഒരു വശത്ത് ആസൂത്രണം ചെയ്യുന്നു. അതിൻ്റെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ടല്ലോ. 2900 സ്ഫോടന വസ്തുക്കൾ, 32 കാറുകൾ, വളരെ ശക്തമായ ഒരുക്കമാണ് ഈ ഭീകരക്കൂട്ടം നടത്തിയത്. അവരിൽ 15 പേരെ ഇതിനകം തന്നെ NIA കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ 8ഓളം ഭീകരന്മാർക്ക് പിന്നാലെ ഉണ്ട് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇതിൻ്റെ ഒപ്പമാണ് ഈ വനിതാ വിങ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ്ങിന് കഴിഞ്ഞ ഒക്ടോബർ 9-ാം തീയതിയാണ് മസൂദ് അസർ ഇത് സംബന്ധിച്ച് ആഹ്വാനം ചെയ്തത്. പിന്നീട് വളരെ പെട്ടെന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഉന്നത നേതാക്കൾ, പ്രത്യേകിച്ച് കൊല്ലപ്പെട്ടവരുടെ വിധവമാരടക്കം അവരെ മുൻനിർത്തി ഈ വനിതാ വിങ്ങിന് പെട്ടെന്ന് രൂപം കൊടുക്കുന്നു. ഈ ഷഹീന്റെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് എന്താണ് ഞങ്ങൾ തമ്മിലുള്ള വേർപിരിയാനുള്ള കാരണം പോലും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഈ അമീറയും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. സ്വമേധയാ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ മാറി നിർത്തിക്കൊണ്ട് ഒരു ഡിവോഴ്സിന്റെ ഒരു വക്കിൽ എത്തിച്ചെന്നുകൊണ്ട് ഇതിലേക്ക് വന്നതായിരിക്കാം. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്നതും ആയിരുന്നൂടെ? അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളില്ല എന്ന് ഭർത്താവ് പറയുമ്പോൾ അല്ല, എന്തൊരു ഭീകരതയാണ്. ഇന്ത്യൻ മണ്ണിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയുടെ നികുതി പണം ഉപയോഗിച്ച് പഠിച്ച് ഡോക്ടർമാരായി
എന്നിട്ട് സംഘം ചേർന്ന് അൽഫലാഖ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിൽ വെച്ച് ഇവർ ഗൂഢാലോചനകൾ നടത്തുന്നു. ഇന്ത്യ ആക്രമിച്ച് തകർക്കാനുള്ള ഫണ്ട് 26 ലക്ഷം രൂപ ഇപ്പോൾ വിദേശങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിന് മുൻകൈ എടുത്ത ഡോക്ടർ ആദിലും ഡോക്ടർ മുസമ്മിലുമാണ്. ആ പണം പിന്നീട് ഉമറിന് കൈമാറിയിരുന്നു. ഈ 26 ലക്ഷം രൂപയിലാണ് അവർ ഫരീദാബാദിലുള്ളൊരു വളക്കടയിൽ നിന്ന് 3 ലക്ഷം രൂപ എടുത്ത് അമോണിയം നൈട്രേറ്റ് പോലുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. പിന്നീട് ഈ പണം വളരെ ഭദ്രമായി സൂക്ഷിക്കാൻ ഡോക്ടർ ഉമറിനെ ഏൽപ്പിക്കുന്നു. അതെന്തിനാണ്? ഡൽഹിയിൽ വലിയ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാൻ. അപ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ ഘട്ടം ഘട്ടമായി ഡൽഹിയിലേക്ക് മാറ്റുക. ബാബറി മസ്ജിദ് തകർത്ത ദിവസം, അതായത് ഡിസംബർ 6-ാം തീയതി, അടുത്ത മാസം വലിയ സ്ഫോടനം, 6 മേഖലകളിൽ വൻ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടവരാണിവർ. ഇവരുടെ അടിവേരാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ മാന്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെ കൈയടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും അതിവേഗം തന്നെ ഇവരെയൊക്കെ പൊക്കിയല്ലോ എന്നുള്ളത് നമ്മുടെ NIA വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അമേരിക്ക തന്നെ, ട്രംപ് തന്നെ പറഞ്ഞതാണ്, ഇത്ര അതിവേഗം തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരുപക്ഷെ സർ പറഞ്ഞതുപോലെ അടിവേര് തന്നെ മാന്താൻ ഇടയുണ്ട്. അല്ല, ഇതിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. പഴയ ഇന്ത്യ അല്ലേ പുതിയ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട കണ്ണികളെ കണ്ടെത്താൻ ഇന്ത്യക്കാർ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീനഗർ പോലുള്ള മേഖലകളിൽ വളരെയേറെ ഇൻഫർമേഷൻ നൽകുന്ന പഴയതിനേക്കാൾ കൂടുതൽ ആളുകൾ രംഗത്തുണ്ട്. പണ്ടൊന്നും ഇന്ത്യൻ സേനയ്ക്ക് കൃത്യമായ മെസ്സേജുകൾ എത്തുന്നില്ലായിരുന്നു. അവർക്ക് മെസ്സേജുകൾ എത്തിക്കാൻ ഇവർക്ക് ഭയമായിരുന്നു. ഭീകരരുടെ നീരാളിപ്പിടുത്തം അത്ര ശക്തമായിരുന്നു. പക്ഷേ അൽഫലാഖ് യൂണിവേഴ്സിറ്റി പോലെ ഭീകര സംഘം അവരുടെ താവളമായി ഉപയോഗിച്ച ഈ ഒരു വലിയ സങ്കേതത്തിലേക്ക് വരെ ഇരച്ചു കയറാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. എല്ലാ തലങ്ങളിൽ നിന്നും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. ഒരു വർഷത്ത് ചെങ്കോട്ടയിൽ വൻ സ്ഫോടനം നടന്നു എന്ന് നമ്മൾ സമ്മതിക്കുമ്പോഴും, നമ്മൾ അതിൻ്റെ ദുരന്തം പേറുമ്പോഴും, മറുവശത്ത് ഈ ഭീകരക്കൂട്ടങ്ങളെ തകർത്തെറിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. നിരവധി തെളിവുകൾ ഇന്ത്യ മാന്തി പുറത്തേക്കിട്ടു. ഓരോരുത്തരെയായി ഇന്ത്യ വേട്ടയാടി പിടിക്കുന്നു. റിമാൻഡിലുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള ഈ പ്രതികളെ ചോദ്യം ചെയ്ത് ഇവരുടെ വേരുകൾ ചികഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സേനയെ നമ്മൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ സേനയല്ല, ഇപ്പോൾ അന്വേഷണത്തിലുള്ള NIA ആണ്. NIA-യുടെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഈ പ്രത്യേക കേസ് അന്വേഷിക്കുന്നത്. ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ, വിജയ് സാക്കറെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് മുൻപന്തിയിലുള്ളത്. മറുവശത്ത് പഴയ കാശ്മീർ പോലീസല്ല, ഇപ്പോഴത്തെ ജമ്മു കാശ്മീർ പോലീസിനെ നമ്മൾ അഭിനന്ദിച്ചേ കഴിയൂ. ജമ്മു കാശ്മീർ പോലീസിൻ്റെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭരായ IPS-കാരാണ്. പിന്നീട് നമ്മൾ സൈന്യവുമായുള്ള ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഒരു സഹകരണം, അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. മുൻപൊക്കെ സൈന്യം ഒരു ഓപ്പറേഷൻ ഇറങ്ങിയാൽ കാശ്മീർ പോലീസ് ഇത്തിരി മാറി നിൽക്കുകയായിരുന്നു ഒരു പതിവ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. സൈന്യത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാൻ ജമ്മു കാശ്മീർ പോലീസിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 19-ന് ശ്രീനഗറിൽ ചില ഉറുദു പോസ്റ്ററുകൾ, ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന ഉറുദു പോസ്റ്ററുകൾ കണ്ടതിന് തൊട്ട് പിന്നാലെ ജമ്മു കാശ്മീർ പോലീസാണ് ഫരീദാബാദ് വരെ എത്തുന്നത്. ഫരീദാബാദിലെ ഹരിയാന പോലീസിനെ ഉൾപ്പെടുത്തി അൽഫലാഖ് സർവകലാശാലയിലേക്ക് ഇരച്ചു കയറിയതിന് പിന്നിൽ ജമ്മു കാശ്മീർ പോലീസാണ്. അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ 3 ഡോക്ടർമാരെ 24 മണിക്കൂറിനകം തൂക്കിയെടുത്തത് ജമ്മു കാശ്മീർ പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അവരെ നമ്മൾ ഇക്കാര്യത്തിൽ അഭിനന്ദിച്ച കഴിയൂ. ഒരു തെളിവ് തങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അതിൻ്റെ അടിവേര് മാന്തും എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ അവസാനിച്ചിട്ടില്ല, അത് തുടരുക തന്നെ ചെയ്യും. അടിവേര് തന്നെ മാന്തുക തന്നെ ചെയ്യും. കാരണം ഇത് ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിയാണ്. തീർച്ചയായിട്ടും ഭീകരവാദ പ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇനി അൽഫലാഖ് യൂണിവേഴ്സിറ്റിയും കൂടെ ഒന്ന് ഇടിച്ചു നിരത്തണം. തീർച്ചയായിട്ടും അത് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇടിച്ചു നിരത്തുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ എന്തായാലും ഒരുങ്ങിയും കരുതിയൊക്കെ ഇരിക്കുകയാണ്. എത്രമാത്രം കരുതിയിരുന്നാലും എവിടെ ചെന്നാലും അത് തകർക്കുക തന്നെ ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും. നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.